ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അധികം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ്. പിന്നെ അൽഫാമെന്നോ ചിക്കൻ ഫ്രൈന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കന് വേണ്ട പേസ്റ്റ് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 15 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് വലിയ ജീരകവും 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂണ് പിന്നെ ഗരം മസാലപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 മാഗി ക്യൂബ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മല്ലിയിലയാണ്. മല്ലിയില ഇപ്പോൾ ഞാനിവിടെ ഒരു 2.5 കപ്പോളം നല്ലോണം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 6 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ഫുൾ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ ചിക്കനെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ച പിന്നെ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ അൽഫാം പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചെടുത്തതാണ്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്ര ടേസ്റ്റാണ്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു ഭാഗം അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനെല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇത്ര മസാല അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പം ഇങ്ങനെ ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം മസാല ആക്കണം, ഇതാണ് ടേസ്റ്റ്. അപ്പം ആ പൊരിച്ച അതേ എണ്ണയിലേക്ക് തന്നെ ഈ മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പിന്നെ 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ ഞാൻ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് മസാല അതിൽ ബാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ മസാല പേസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തടവി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കലാണ്. അപ്പം എന്നിട്ടൊരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് കൊടുത്താൽ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈന്നോ അൽഫാമെന്നോ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഉറപ്പായും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യോ.